ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഹീറോയിൻ കഥനായികി ഒരു നോർമൽ ഗേൾ, നോർമൽ അതല്ല റിച്ച്, റിച്ച് എന്നാൽ കുറച്ച് പോർ കുറച്ച് റിച്ച്. നമ്മളെ കഥനായികി നമ്മൾ ജങ്കുക്ക് റിച്ച്, ഭയങ്കര റിച്ചാണ്. നമ്പർ 1 ഫേമസ് സിയോൻ്റെ മോനാണ്. അതുമാത്രമല്ല ഒരു അടല ബോയാണ്. നിറയെ കമ്പനിയെല്ലാം ഉണ്ട് ജങ്കുക്ക് സ്വന്തം. അതുമാത്രമല്ല നമ്മൾ ഹീറോയിൻ്റെ ഡാഡി ഒരു മമ്മി ഡാഡി, പിന്നെ ചേട്ടനും അനിയന്മാരും അനിയത്തിയും ഉണ്ട്. നമ്മളെ കഥനാക്കി പേര് സസ. തേർഡ് ഇയർ പഠിക്കുന്നതാണ്. അങ്ങനെ സസ എന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു ദിവസം ലേറ്റായി. സസൻ്റെ ബാപ്പ വന്ന് വിളിച്ചു. എന്ത് പറ്റി? സസ പറയാ, അപ്പം എനിക്ക് കുറച്ച് ലേറ്റായി, ഞാൻ പോവാണ് പറഞ്ഞായിരുന്നു. അപ്പം സസ എന്ത് പറഞ്ഞറിയോ? അപ്പം സസ പറഞ്ഞു, ലേറ്റായി ബാപ്പ, ഞാൻ പോവാണ് പറഞ്ഞായിരുന്നു. അപ്പം സസൻ്റെ ബാപ്പ എന്ത് പറഞ്ഞാൽ, എനിക്ക് ലേറ്റാന്ന്, എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്നെ സസൻ്റെ ബാപ്പ പറയായിരുന്നു. സസൻ്റെ ബാപ്പ പറഞ്ഞു, ഒരു ഡോക്ടറാണ്, അതെ ഹോസ്പിറ്റലൊക്കെ പോകണോ എവിടെ കുറേ കുറേ വന്നിട്ടുണ്ട് എന്നെ സസൻ്റെ ഉപ്പ പറഞ്ഞ ഒരു ഡോക്ടറാണ്, ഡോക്ടർ ജോലി ചെയ്യുന്നതാണ്. ഉമ്മ പറയുന്നത് എനിക്ക് കോളേജിൽ പോകണം എന്ന്. സസൻ്റെ ഉമ്മ ഒരു ടീച്ചറാണ്, ഒരു പ്രൊഫസറാണ്. എനിക്ക് ലേറ്റായി എന്ന് അവിടെ പറയുന്നു. വാ, ഞാനും കോളേജിൽ തന്നെ പോകുന്നത് എന്ന് സസൻ്റെ മമ്മി പിടിച്ചോണ്ട് സസന് പോയായിരുന്നു. അതെ, സസൻ്റെ ക്ലാസ് ടീച്ചറാണ് ഉമ്മ. അങ്ങനെയായിട്ട് കോളേജിലേക്ക് പോയിരുന്നു. കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു സസൻ്റെ ഉമ്മ. അങ്ങനെ ആയിക്കൊണ്ട് സസക്ക് കുറേ ഉമ്മൻ്റെ മേലോട് ടെൻഷനുണ്ടായിരുന്നു. അതുമാത്രമല്ല അങ്ങനെ ഹീറോയിൻ കോളേജിലേക്ക് പോയായിരുന്നു. അപ്പോൾ കോളേജിൽ അതെ തേർഡ് ഇയറാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ജൂനിയേഴ്സില്ലേ, ഹീറോയിൻ തേർഡ് ഇയർക്ക് എത്തിയായിരുന്നു. കുറച്ച് ജൂനിയേഴ്സ് എല്ലാം വന്നായിരുന്നു കോളേജിലേക്ക്. അതെ, ജൂനിയേഴ്സ് വന്ന് പറയായിരുന്നു. അങ്ങനെ ജൂനിയേഴ്സിലൊരു ബോയ് ഉണ്ടായിരുന്നു. നമ്മളെ കഥനായിന് കണ്ട ജൂനിയേഴ്സ് ബോയ്ക്ക് ഹീറോയിനെ കണ്ടവന് ഇഷ്ടപ്പെട്ട ഹീറോയിൻ ഗ്രൂപ്പായിട്ടാണ് സംസാരിക്കായിരുന്നു. അപ്പോൾ എത്ര ക്യൂട്ടായിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇയർ ബോയായിരുന്നു. അങ്ങനെ സൈറ്റ് അടിക്കായിരുന്നു ഹീറോയിനോട്. അങ്ങനെ ഹീറോയിനോട് സംസാരിക്കാൻ നോക്കിയായിരുന്നു. അതിലൊരു ചെക്കനുണ്ടായിരുന്നു ജൂനിയറിൽ. ഹീറോയിനോട് സംസാരിച്ച് വന്നായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് കുറച്ച് മേട്ടിട്ട് വിട്ടായിരുന്നു. അങ്ങനെ ആ ചെക്ക കുറച്ച് അയ്യോ എന്ന് പറഞ്ഞ ചെക്കനെ ഓടി വന്നത്. ചെക്കനെ പിടിച്ച് വെച്ചായിരുന്നു. സ്കിമ്മി നിങ്ങൾ എന്ത് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ആ ചെക്കന് പറഞ്ഞായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ഓ, ഞങ്ങളുടെ ക്ലാസ്സാണ്, നിങ്ങൾ ആരത്? അത് സീനിയറാ എന്ന് പറഞ്ഞു. എന്ത് സീനിയറാ? കാണുമ്പോൾ തോന്നുന്നില്ലല്ലോ. അതെ അത് സീനിയറാണ്. ഓ, സീനിയർ, ശരി, ഓക്കെ. പിന്നെ ഇവനും സെക്കൻഡ് ഇയർ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഓ, ഇവനാരാ? എൻ്റെ അങ്കിളിൻ്റെ മോനെ എന്ന് ആ ചെക്കനോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ ചെക്കന്മാർ ഫ്രണ്ട്സ്മാരെയായി. അങ്ങനെ ആ ചെക്കൊക്കെ ഹീറോയിനെ ഡേയിൽ ഫോളോ ചെയ്തായിരുന്നു. അപ്പോൾ സസൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, എന്ത് സദാ നിന്നെ ഫോളോ ചെയ്യാണോടി എന്ന് പറഞ്ഞു. സദക്ക് ടെൻഷനായിരുന്നു. ആരടാ എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെക്കനായിരുന്നു. ഹായ് സീനിയർ, സീനിയർ എന്നാ പറയുന്നത്. എന്താടാ നിനക്ക് വേണം എന്ന് ചോദിച്ചാൽ, സീനിയർ, എനിക്ക് നിങ്ങളെ പിടിച്ചിന് സീനിയർ, ഇഷ്ടപ്പെട്ടു, ഐ ലവ് യു സീനിയർ എന്ന് പറയുന്നു. സസൻ്റെ മേളക്കീഴ് നോക്കിയായിരുന്നു. എന്താ പേര്? എന്ത് പേരെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ചെക്കൻ പറയായിരുന്നു, ഹായ്, എൻ്റെ പേര് കൃഷ്ണ. ഓ, കൃഷ്ണാണോ? എന്നെ കൃഷി എന്ന് വിളിക്കൂ. ഓ, കൃഷ്, എന്നെ കൃഷി എന്ന് വിളിച്ചോ സീനിയർ? ശരി കൃഷ്, എന്താ പ്രോബ്ലം നിനക്ക്? കൃഷ് പറയാം, സീനിയർ, ഐ ലവ് സീനിയർ എന്ന് പറഞ്ഞു. അപ്പം കൃഷിനെ കണ്ടിട്ട് ഹീറോയി പറഞ്ഞ, സോറിപ്പാ, എൻ്റെ പേരൊന്നും എനിക്കറിയൂ, സസ. അത് മാത്രമല്ല സീനിയർ, അതൊക്കെ പ്രശ്നമില്ല, അതൊക്കെ എന്താ, അതും ഏഷ്യ നമ്പർ അങ്ങനെ പറഞ്ഞു. ഹീറോയ്ക്ക് ടെൻഷനായി. സോറിപ്പാ, അങ്ങനെ ഒന്ന് സെറ്റാണ് എന്ന് ഹീറോയി പറഞ്ഞത്. ആ ചെക്കന് കേൾക്കാതെ ഡെയിലി വന്ന് ഹീറോയിനോട് പ്രപ്പോസ് ആയി. ഹീറോയ്ക്ക് ഒരു ദിവസം ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയി കുറച്ച് ഇങ്ങനെ കോളേജിലായിരുന്നു, കുറച്ച് ഇതുണ്ടായിരുന്നു. ഹീറോയി ഫോൺ ചെയ്ത് ഹീറോയുടെ ഫ്രണ്ടിനോട് പറയായിരുന്നു, മച്ചി, അതെടി എന്ത് പറ്റി? സസ പറഞ്ഞായിരുന്നു, ഇവള് വന്നില്ല. ആരാ? സക്കിയ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടടി. അതെ, സക്കിയ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. സക്കിയും നമ്മളെ ഹീറോയി ഫസ്റ്റ് ഇയർ പഠിക്കാണോ? സക്കിയ സെക്കൻഡ് ഇയർ അല്ല,
ഇത് ഇത് ഇഷ്ടമല്ല, ഹീറോയിൻ ഫസ്റ്റ് വരും. അതുപോലെ തന്നെ ഹീറോയുടെ ഫ്രണ്ട് സെക്കൻഡ് വരും. ഫസ്റ്റ് ടോപ്പ് ഹീറോയാണ് പഠിക്കുന്നതിൽ. നെക്സ്റ്റ് പഠിക്കുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ട് ജക്കിയനോട് പറഞ്ഞു. ജക്കിയ എന്ത് പറയുന്നത്? എടി മച്ചേ, ഞാൻ കോളേജിൽ വരുന്നില്ല. ഇതൊക്കെയാ ചോദിക്കാൻ. എന്ത് പറ്റി സസാ? നീ കോളേജിൽ വരാതെ ഞാൻ എന്ത് ചെയ്യൂ? അയ്യോയ്യോ, ഞാൻ വരില്ല, എനിക്കൊരു ടെൻഷനാവാ. നീ നീ എനിക്ക് അയച്ചാൽ മതി. ഞാൻ വന്നില്ല, പ്രശ്നമില്ല, കോളേജിൻ്റെതാണ്. ഞാൻ കുറച്ച് നാൾ ട്രിപ്പ് പോവാം. എൻ്റെ ടെൻഷനാണ്. അവൻ കൃഷി ടോർച്ചറൊക്കെ ആയിട്ടുള്ള അവൾ ടോർച്ചർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ കോളേജിൽ വരുന്നില്ല. എനിക്ക് കുറച്ച് ടെൻഷനാവും. ഞാൻ വെളിയിൽ പോവാം എന്നിട്ട് കുറച്ച് എനിക്ക് ടെൻഷനാവുന്നു പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോകാൻ പോകുന്നത്. അവിടെ മാരേജിനെടുക്കാൻ പോവാം, ഞാൻ പോവാം എന്ന് സക്കിയോട് പറഞ്ഞായിരുന്നു. സക്കിയൊക്കെ ഷോക്കായിരുന്നു. മച്ചി, നീ പോയാൽ ഞാൻ എന്താ ചെയ്യാ? സക്കി നോക്കി ഒരു മുറച്ചായിരുന്നു. ഇല്ല മച്ചി, ഇല്ല, ടെൻഷൻ ആവണ്ട സക്കിയെ, സമാധാനമായോ? ഇവളെ ടെൻഷൻ എൻ്റെ മണ്ടനൊടുക്കൂ എന്നെ സക്കിയൊക്കെ പേടിയായിരുന്നു. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു. ഹീറോയിനെ ഒരു മമ്മി ഡാഡി കേട്ടായിരുന്നു. അതുകൊണ്ട് നീ എന്ത് പറ്റി? ഇല്ലമ്മ, ഞാനും മാരേജിക്ക് വരാം. ഇല്ലടി, അത് നീ അവളുടെ വീട്ടിൽ തെക്കിൻ്റെ വീട്ടിലിരുന്നോ? അത് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണ് തെക്കിൻ്റെ വീട്. പറഞ്ഞു കേട്ടില്ലായിരുന്നു. അതുകൊണ്ട് സക്കിയ പറഞ്ഞു, മച്ചി നീ പോയിക്കോ എന്ന് ഹീറോയിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോയിൻ സന്തോഷത്തിൽ ഇങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മുംബൈക്ക് പോയിരുന്നു. അതെ, മുംബൈയിലാണ് ഫങ്ഷൻ. നല്ല ഫങ്ഷനായിരുന്നു മുംബൈയിൽ. പാട്ട് ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു മുംബൈയിൽ. നല്ല അടിപൊളി സോങ്സിലല്ലേ നമ്മൾ ഹീറോയിൻ പാട്ട് ഡാൻസ് കളിക്കായിരുന്നു. അങ്ങനെ BTS 7 മെമ്പേഴ്സ് ബോയ്സ് കൊറിയനെ മുംബൈക്ക് വന്നായിരുന്നു. മുംബൈയിൽ അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതെ, ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു മുംബൈയിൽ പാട്ട് ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അതിൽ 2 ഫ്രണ്ട്സ് വന്നായിരുന്നു. അപ്പം പറയുന്നു, ജസ എന്നെ ഫാത്തിമ ചോദിക്കായിരുന്നു, ജസ നീ ഇവിടെ ഇരുന്ന് BTS മെമ്പർ വന്നിരുന്നു, എങ്ങോട്ടേ മച്ച് ഞങ്ങൾ ഇവിടുന്ന് മുങ്ങ് പോകും? ആൻറ്റി വന്ന് ടോർച്ചർ ചെയ്യുക, അവർക്ക് മാരേജായി ഞാൻ എന്ത് ചെയ്യാം? ജസ എൻ്റെ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു.